ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. മൈ ഡിയർ മുത്തുമണികളെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നറൂട്ടോ കുട്ടപ്പന്റെ 22ാമത്തെ എപ്പിസോഡാണ്. ഞാൻ എപ്പോഴും നറൂട്ടോ കുട്ടപ്പൻ എന്ന് മാത്രം പറയുമ്പോൾ നമ്മുടെ കുട്ടപ്പനെ പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റു രണ്ടുപേര് കൂടെ ഉണ്ട്, സാസുകയും സാക്കുറയും. നറൂട്ടോനെ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും ഈ രണ്ടുപേരെ കൂടെ ഇഷ്ടപ്പെടും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇന്നുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളും പുകിലുകളുമാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാരെല്ലാവരും ഓടിവായോ, നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടന്നെല്ലാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ പച്ച ഗ്രൂപ്പിനെ അപമാനിച്ചതില് അവർക്ക് കലിപൂണ്ട് സാസുകയെ നോക്കുന്ന സീനാണ്. പ്രധാനമായിട്ടും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് സാസുകയാണ്. ഗ്രൂപ്പിലുള്ള രണ്ടുപേര് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോ നമ്മുടെ പച്ച നിഞ്ച മാത്രം എനിക്ക് ചെറിയൊരു പണി ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരുടെ പുറകെ പോകും. ഹലോ, എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് നോക്കുമെന്ന് പച്ച നിഞ്ച പറയുമ്പോ നമ്മുടെ മൂന്നാൾക്കാരും അവരെ നോക്കി പല്ലെറുമും. എന്നിട്ട് പച്ച നിഞ്ച ആവട്ടെ, എനിക്ക് സാസുകയായിട്ട് ഫൈറ്റ് ചെയ്യണം, നീ ഭയങ്കര കില്ലാടിയല്ലേ, ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഫൈറ്റിന് വന്നും പറഞ്ഞ് അവൻ ചാടി നിലത്തിറങ്ങി ഇടി കൂടാൻ റെഡി ആയിട്ട് നിൽക്കും. നിഞ്ച സായി പോയതുകൊണ്ട് തന്നെ സാസുകയ്ക്ക് അടി കൂടാതിരിക്കാനും സാധിക്കില്ല. പച്ച നിഞ്ച ആവട്ടെ അടി കൂടാൻ വിളിച്ചിട്ട് ഇപ്പൊ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത് സാക്കുറ പെണ്ണിനെയാണ്. ഈ പച്ചക്കുതിര എന്തിനാണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് സാക്കുറ അവനെ നോക്കി കൊഞ്ഞനം കുത്തും. സ്നേഹം വലിഞ്ഞൊഴുകി കൊഞ്ചിയിട്ട് കുറുവിയിട്ട് ഇപ്പൊ നമ്മുടെ പച്ച നിഞ്ച ഐ എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേ നമ്മുടെ പെങ്കൊച്ചാവട്ടെ, ബ്ലഡി ഫൂൾ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ തന്നെ ലൈനടിക്കും, പച്ചക്കാളെ പോലുള്ള നിന്റെ മോന്ത കണ്ടാൽ തന്നെ എനിക്ക് ഛർദിക്കാൻ വരുന്നു പറയുമ്പോ നമ്മുടെ പച്ച നിഞ്ച ആവട്ടെ, ബട്ട് ഐ റിയലി ലവ് യു എന്ന് പറഞ്ഞ് അവൾക്ക് ഒരു ഫ്ലൈങ് കിസ് കൊടുക്കും. തലകുത്തി വലിഞ്ഞമർന്ന് ആ ഒരു ഫ്ലൈങ് കിസിൽ നിന്ന് എങ്ങനെയൊക്കെയോ നമ്മുടെ പെങ്കൊച്ച് രക്ഷപ്പെട്ട് അവന് വീണ്ടും ചീത്ത പറയാൻ ആരംഭിക്കും. പക്ഷെ ഇത്തവണ സാക്കുറയോടൊപ്പം നമ്മുടെ നറൂട്ടോ കുട്ടപ്പനും ദേഷ്യം വന്ന് കണ്ണു കാണില്ല. കാര്യം നമ്മുടെ ചക്കൻ നായകനൊക്കെ ആണെങ്കിലും അവനെ ആരും തന്നെ മൈൻഡ് ആക്കുന്നില്ല. പച്ച നിഞ്ച ഫൈറ്റ് ചെയ്യാൻ വിളിച്ചത് പോലും സാസുകയാണ്. അവനെ ഒരു മനുഷ്യനായിട്ട് പോലും ഇവന്മാരാരും കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയ നറൂട്ടോയും സാസുകയോടൊപ്പം ചേരുമ്പോ സാസുക ആവട്ടെ, എന്റെ യഥാർത്ഥ പേരറിയോ, ഉച്ചിഹ, എന്നോടാണോ നീ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നത്, എങ്കിൽ നമുക്ക് കാണാന്ന് പറഞ്ഞ് സാസുക അടികൂടാൻ ഒരുങ്ങുമ്പോ നറൂട്ടോ കുട്ടപ്പൻ മുമ്പേ കയറി നിന്നിട്ട് നീ ഇതിലടിയൊന്നും കൂടണ്ട, ഈ പച്ചക്കാളനെ ഞാൻ തീർത്തരാന്ന് പറയുമ്പോ പച്ച നിഞ്ച ആവട്ടെ, ഞാൻ ഇത്തരത്തില് കുഞ്ഞുവാവകളോട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് സാഹസികയായിട്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് നറൂട്ടോയുടെ മുഖത്ത് നോക്കി പറയും. യോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് നറൂട്ടോ ചാടി വന്ന് കറങ്ങി അടിക്കാൻ നോക്കുമ്പോ പച്ച നിഞ്ച കൈ നൈസായിട്ടൊന്ന് വീശും. ആ കാറ്റടിച്ച് തെക്കോട്ട് വീഴുന്ന നറൂട്ടോ ആവട്ടെ കാല് വെച്ച് കറക്കിയിടാൻ നോക്കുമ്പോ ദാണ്ട് കിടക്കുന്നു പച്ച നിഞ്ച കാലെ വാരി നറൂട്ടോയെ നിലത്തടിക്കും. നീ ഒന്നും എന്റെ ലെവലിന്റെ 7 അയലത്ത് വരില്ല, എനിക്കറിയേണ്ടത് സാസുകയുടെ പവറാണ്, അത്രയും വലിയ ഫൈറ്റില് അവൻ എങ്ങനെ തടുത്തു നിർത്തി എന്നാണ് എനിക്കറിയേണ്ടതെന്ന് പറഞ്ഞ് സാസുകയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വീണ്ടും പച്ച നിഞ്ച ഒരുങ്ങുമ്പോഴാണ് സാക്കുറ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി രജിസ്റ്റർ ചെയ്യാനായിട്ട് അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് സാക്കുറ പറയുമ്പോ സാസുക ആവട്ടെ, നോ വറീസ്, വെറും 5 നിമിഷം കൊണ്ട് ഞാൻ ഇവന്റെ കഥ കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ആ ആ ആ എന്ന് പറഞ്ഞ് നമ്മുടെ ആള് പച്ച നിഞ്ചയുടെ അടുത്ത് ഓടിയെടുക്കും. പച്ച നിഞ്ച ഒരു നിമിഷം അവന്റെ കൈ ഉയർത്തിപ്പിടിച്ച്, എന്നോട് ക്ഷമിക്കണം മാസ്റ്റർ, എനിക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് സാസുകയുടെ വരവ് കാത്തു നിൽക്കും. സാസുക തൊട്ടടുത്തെത്തി അവനെ ഇടിക്കാനായിട്ട് കൈ മുകളിലേക്ക് ഉയർത്തുമ്പോ ഞൊടിയിടയില് പച്ച നിഞ്ച അവിടെ നിന്ന് അപ്രത്യക്ഷമാവും. ഓരോ തവണ സാസുക ആഞ്ഞ് കാലും കൈയൊക്കെ എറിഞ്ഞു വീച്ചുവെങ്കിലും അതിൽ നിന്നെല്ലാം ഈസി ആയിട്ട് ഇൻവിസിബിൾ ആയിട്ട് എസ്കേപ്പ് ആവാണ് നമ്മുടെ പച്ച നിഞ്ച. ഇനി നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് സാസുക അവന്റെ കൈ വെച്ച് അടിക്കാൻ ശ്രമിക്കുമ്പോ കൈ തടഞ്ഞ് പടക്കേ എന്ന് പറഞ്ഞ് പച്ച നിഞ്ച സാസുകയുടെ മോന്തക്കിട്ട് ഒരൊറ്റ തൊഴി മലന്നടിച്ച് തെറിച്ച് താഴെ വീഴുമ്പോ സാക്കുറയാണ് ആദ്യം ഷോക്കാവുക. ഇത് എൻജിപ്സു ആണോ ഗെൻജിപ്സു ആണോ അതോ എന്റെ തലയ്ക്ക് വട്ടായതാണോ എന്നൊന്നും അറിയാതെ പാവം സാസുക ആവട്ടെ വലിഞ്ഞെഴുന്നേറ്റ് എന്തായാലും ഇവന്റെ കയ്യിന്ന് ഞാൻ 2 എണ്ണം കൊണ്ടിട്ടേ അടങ്ങൂന്ന് പറഞ്ഞു വീണ്ടും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങും. ഇത് കണ്ട സാക്കുറ വേണ്ട, അടിമേടിച്ച് ഇനിയും വീണാല് ഞാൻ നോക്കൂലെന്ന് വിളിച്ചു കാറും. അപ്പൊ അതേ സമയത്ത് സാസുകയുടെ കണ്ണില് ഷെരീങ്കനായി കാണുമ്പോഴാണ് നമ്മുടെ പെങ്കൊച്ചിന് കുറച്ച് സന്തോഷാവുക. ഓൾറെഡി ഷെരീങ്കനായിനെ കുറിച്ച് നമ്മുടെ പെങ്കൊച്ചിന് അറിയാം.
പക്ഷേ സാസുക ഗക്കൈ ഗംഗൈ ടീമിലുള്ളവനാണെന്ന് ഇപ്പോഴാണ് അവൾ തിരിച്ചറിയുക. ഇനി നിന്റെ ഒരു കളി നടക്കില്ല എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് വീണ്ടും സാസുക പച്ചനിഞ്ച അടിക്കാൻ പോകുമ്പോ സാക്കുറ ആവട്ടെ എന്റെ ചെക്കൻ ചൂപ്പറാ, ഇനി അവനെ ആരെ കൊണ്ടും തോപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എടുത്തു ചാടും. ക്ലക് പ്ലക് പടക്ക് അടി നല്ല എണ്ണം പറഞ്ഞ് കിട്ടുമ്പോ ആരാണ് ഈ അടിയൊക്കെ വാരി കൂട്ടുന്നതെന്ന് അറിയാനായിട്ട് നറൂട്ടോ കുട്ടപ്പൻ ഒന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് അടി കിട്ടിയത് മറ്റാർക്കും അല്ല, പാവം നമ്മുടെ സാസുകയ്ക്ക് തന്നെയാണ്. നിങ്ങൾ കരുതും പോലെ ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എൻജെക്സോ ടെൻജെക്സോ അല്ല, അത് ടൈജെക്സോ ആണ്. നീ ഉപയോഗിക്കുന്ന ഈ ഒരു ശരീരനായിക്കൊണ്ട് എൻജെക്സും ജെൻജെക്സും മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കൂ. കാരണം ചക്രാസിന് കറക്റ്റ് ആയിട്ട് അറിയാം അവർക്ക് ഏത് ലെവൽ പവർ കൊടുക്കണമെന്ന്. അത് റീഡ് ചെയ്തിട്ടാണ് ശരീരനായി പ്രവർത്തിക്കുന്നത്. എന്നാല് ടൈജെക്സോ കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് ഈ ഒരു മൂവ്മെന്റ് ശരീരനായി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ ബോഡി അത്ര സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ശരീരനായിക്ക് മൂവ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, പക്ഷെ അതനുസരിച്ച് ഒരിക്കലും സാസുകയ്ക്ക് അവന്റെ ബോഡി സ്പീഡിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. അതിന് ബോഡി സജ്ജമാക്കണമെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ഇനിയും സാസുക ചെയ്യണം. 2 ടൈപ്പ് ഓഫ് പവർ ആണുള്ളത്. ഒന്ന് ജീനിയസ് പവർ, മറ്റൊന്ന് എഫ്ഒ പവർ. ഇത്തരത്തില് ജീനിയസ് പവർ ഉള്ളവർക്ക് ശരീരനായി യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ എഫ്ഒ പവർ ഉള്ളവര് ഒരുപാട് എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈജെപ്സു സ്വായത്തമാക്കിയിട്ട് ചെയ്യാൻ ആരംഭിക്കുക. അവൻ ഗിരിപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോ സാസുക ആവട്ടെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ഗ്യാപ്പില് അടിച്ചവനെ തല തെറിപ്പിക്കാന്ന് കരുതി വീണ്ടും വീണ്ടും അവനെ അടിക്കാൻ തുടങ്ങും. പക്ഷെ എന്താ പറയാ, നമ്മുടെ പച്ചപ്പുൽച്ചാടി നിഞ്ച അവന്റെ ഓരോ അടികളും സിമ്പിളായിട്ട് തടുത്ത് അവനെ താഴേക്ക് വലിച്ചെറിയും. ഇപ്പൊ അവര് പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരാൾ അവിടേക്ക് ചാടി വീണ് ആ ഒരു സ്റ്റണ്ട് തന്നെ തടയും. അതാരാണെന്ന് അറിയാനായിട്ട് നമ്മുടെ നറൂട്ടോ കുട്ടപ്പനും സാക്കുറയും സാസുകയും ഒരുപോലെ കണ്ണുമിഴിച്ച് നോക്കുമ്പോ അത് മറ്റാരുമല്ല, ഒരു പൊന്തനാമ. നിന്നോട് ആര് പറഞ്ഞു ഈ ജിപ്സ് യൂസ് ചെയ്യാൻ? ഇത് തടഞ്ഞു വെച്ചിട്ടുള്ളതാണെന്ന് നിനക്കറിയില്ലേ? ഇതെന്താ നടക്കണേന്നറിയാതെ നമ്മുടെ ആൾക്കാർ ചുറ്റും നോക്കുമ്പോ നറൂട്ടോ ആവട്ടെ ഒരാമ, അതും ഇത്രയും വലിയൊരു ആമ വന്ന് ഇവനെ വിറപ്പിക്കാൻ ഇതാരാണെന്ന് അതിശയത്തോടു കൂടെ നമ്മുടെ ചെറുക്കൻ കൊച്ചു നോക്കി നിൽക്കും. ആമച്ചൻ ഇപ്പൊ നമ്മുടെ പച്ച നിഞ്ചയെ നോക്കിയിട്ട് കണ്ണുരുട്ടുമ്പോ അവനാവട്ടെ പേടിച്ച് വരച്ച് അയ്യോ നോ, എന്നോട് ദേഷ്യപ്പെടരുതേ, എനിക്കറിയാതൊരു തെറ്റ് പറ്റിപ്പോയി, ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് ആമയുടെ കാല് പിടിക്കാൻ ആരംഭിക്കും. നറൂട്ടോ ആവട്ടെ ഇവനെന്താ പ്രാന്താണോന്നറിയാതെ ആ കാഴ്ച കണ്ടിട്ട് ഇനി അടികിട്ടി എന്റെ പിരിയങ്കാനും വെട്ടിപ്പോയതാണോന്ന് അറിയാതെ നമ്മുടെ സാക്കുറയുടെ അടുത്ത് എന്ന് അത് 4 കാലുള്ള ആമതല്ലേ അല്ലേ എന്ന് അവളോട് ചോദിക്കും. യെസ്, നിന്റെ കണ്ണെന്താ കാണുന്നില്ലേ, അതൊരു മുതുക്കൻ വലിയ ആമ തന്നെയാണ്. ഇതെന്താ ഇവിടെ നടക്കുന്നേ? വെറും ഒരു ആമ അവന്റെ മാസ്റ്റർ ആണോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് നറൂട്ടോ ആവട്ടെ അവന്റെ കണ്ണ് തിരുമ്മി വീണ്ടും ആമയെ നോക്കും. ആമ വായ്ക്ക് റെസ്റ്റ് പോലും കൊടുക്കാതെ പച്ചനിഞ്ചെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നീ എക്സാമിന് റെഡിയായോ? അതോ ചുമ്മാ തെണ്ടി പിള്ളേരെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണോ ചോദിക്കുമ്പോ സാസുകയ്ക്കാവട്ടെ ഈ ഒരു ആമയോടും ആ ഒരു അലവലാതി ചെക്കനോടും തോറ്റുപോയതിൽ ഒരുപാട് സങ്കടം ഉണ്ടാവും. ഈ കാഴ്ചകളൊക്കെ ഇമവട്ടാതെ കണ്ടോണ്ടിരിക്കുമ്പോ ദാണ്ട് കിടക്കുന്നു ആമയുടെ മേലേക്ക് പച്ച നിഞ്ചയെ പോലെ തന്നെ വേറൊരു നിഞ്ച ചാടി വീഴും. ഇത് കണ്ട് വീണ്ടും വണ്ടറടിക്കാണ് നമ്മുടെ ആൾക്കാര്. അതേ പൊട്ടക്കണ്ണ്, അതേ കോന്തരമ്പല്ല്, അതേ വട്ടമുഖം, അതും പോരാഞ്ഞ അലക്കാത്ത അതേ പച്ചക്കുപ്പായം എന്ന് നറൂട്ടോ പറയുമ്പോ പച്ച നിഞ്ചയ്ക്ക് കലി പിടിച്ച് നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ മാസ്റ്ററെ കുറിച്ച് അപവാദം പറയുമെന്ന് നറൂട്ടോയെ നോക്കി ദേഷ്യപ്പെടും. നറൂട്ടോയും വിട്ടുകൊടുക്കില്ല, തിരിച്ചവന്റെ അടുത്തും കലിപ്പടിക്കും. രണ്ടാൾക്കാരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കച്ചറ ഉണ്ടാക്കുമ്പോ ലീയുടെ മാസ്റ്റർ ഇപ്പോ കൈ ചുരുട്ടിയെടുത്ത് നമ്മുടെ പച്ച നിഞ്ച ലീയുടെ മോന്തക്കിട്ട് ഒരൊറ്റ ഇട്ടി. ചോര തെറിച്ച് കിളി 2 പറന്ന് ലീ കറങ്ങിയടിച്ച് താഴെ വീഴുമ്പോ നമ്മുടെ ആൾക്കാർക്ക് അതിശയം. മാസ്റ്റർ ഇപ്പോ പച്ച നിഞ്ച ലീയുടെ അടുത്ത് എന്നിട്ട് ലീ നീ വിഷമിക്കണ്ട, എന്നോട് നീ ക്ഷമിക്കില്ലേ എന്ന് ചോദിച്ച് മാസ്റ്റർ കരയുമ്പോ ലീ ആവട്ടെ അവനും കരയാൻ ആരംഭിക്കും. നീ എന്റെ മുത്തല്ലേടാ, എന്റെ സ്വത്ത് കുട്ടിയല്ലേടാ, നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഞാൻ തന്നെന്ന് പറഞ്ഞ് ലീനെ കെട്ടിപ്പിടിച്ച് കരയാണ് പച്ച മാസ്റ്റർ. സാരല്ല മാസ്റ്റർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോ മാസ്റ്റർ ആവട്ടെ നീ ചെയ്ത തെറ്റിന് 100 റൗണ്ട് ഒന്നാ കടലിന് ചുറ്റും ഓടിയിട്ട് വരാൻ മാസ്റ്റർ പറയും. ഇത് കേൾക്കുമ്പോ നമ്മുടെ ആൾക്കാർ വീണ്ടും ഒന്ന് ഷോക്കാവും.
കാരണം എക്സാമിന് ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇവൻ അവിടെ ഓടിക്കൊണ്ടിരുന്നാല് എക്സാം ആരെഴുതും എന്നവർ ചിന്തിക്കുമ്പോ മാസ്റ്റർ ആവട്ടെ, കുഴപ്പമില്ല, നീ എക്സാം കഴിഞ്ഞിട്ട് ഓടിയാൽ മതി എന്ന് ചെക്കൻ്റെ അടുത്ത് പറയും. കരഞ്ഞുകൊണ്ട് അതും തലയായിട്ടിട്ട് നമ്മുടെ പച്ച നിഞ്ച സമ്മതിക്കും. ഇത് കണ്ട് വീണ്ടും നമ്മുടെ ആൾക്കാർ ശശിയാവും. നറൂട്ടോ ആവട്ടെ ഈ ഒരു ഗ്യാപ്പില് ആമയെ ഞോണ്ടിക്കൊണ്ടിരിക്കുമ്പോ ആ മാസ്റ്റർ നമ്മുടെ ആൾക്കാരുടെ നേരെ തിരിഞ്ഞ് അതിരിക്കട്ടെ കാക്കാഷി എന്തു പറയുന്നു, സുഖല്ലേ എന്ന് അവരുടെ അടുത്ത് ചോദിക്കും. ഇവനെങ്ങനെ കാക്കാഷി അറിയാം എന്നവര് പരസ്പരം ചിന്തിക്കുന്ന ഗ്യാപ്പില് പെട്ടെന്ന് മാസ്റ്ററിനെ മുമ്പിൽ കാണൂല. പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ദാണ്ട് നിൽക്കുന്നു മാസ്റ്റർ അവരുടെ പുറകെ. ഈ മാസ്റ്ററുടെ റെക്കോർഡ് 50 വിന്നും 49 ലോസും ആണ്. മാത്രല്ല ആളുടെ സ്പീഡ് അൺപ്രഡിക്റ്റബിൾ ആണ്. അതിൽ ഏറ്റവും മെയിൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കാക്കാഷിയെ കഴിഞ്ഞും വമ്പനാണ്. സാസുക ടെൻഷനായിട്ട് ഇവൻ കാക്കാഷിയെ കഴിഞ്ഞും കൂടുതൽ പവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ മനുഷ്യൻ തന്നെ ആണോ എന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നു എന്ന് മനസ്സിൽ പറയും. പച്ച മാസ്റ്റർ ആവട്ടെ അവന്റെ ശിഷ്യൻ ലീ അവന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് തന്നെ സോറിയൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ അവരെ വിഷ് ചെയ്ത് ആമയും കൂട്ടി അവിടുന്ന് വണ്ടി വിടും. ഇവൻ ആള് കൊള്ളാലോ, കാക്കാഷി കഴിഞ്ഞും ബെസ്റ്റ് ആണ് ഇവരെന്ന് സാസുക പറയും. വീണ്ടും മക്കളുമാരെല്ലാവരും എക്സാമിന് റെഡിയായി പോകുമ്പോ നമ്മുടെ പച്ചനിഞ്ച ലീ ആവട്ടെ മര്യാദയ്ക്ക് പോയി പ്രാക്ടീസ് ചെയ്യ്, ഇല്ലെങ്കിൽ നീ എനിക്കൊരു ഇര പോലും ആയിരിക്കില്ല എന്ന് സാസുകയെ കളിയാക്കും. ദേഷ്യം കേറി പല്ലിറുമുന്ന നമ്മുടെ സാസുകയെ സാക്കുറ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും പേടി കാരണം അവന്റെ അടുത്ത് പോവാൻ അവൾക്ക് സാധിക്കില്ല. ഇതേ സമയം നറൂട്ടോ ആവട്ടെ ലീയുടെ കയ്യിലെ ഒരുപാട് പാടുകളും അടയാളങ്ങളും കണ്ടിട്ട് അവൻ നല്ല ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇത്രയും പവർ കിട്ടിയത്. അവനെ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ലാന്ന് കൂടെ നമ്മുടെ ചെക്കൻ കൂട്ടിച്ചേർക്കും. നോ, ഇതുകൊണ്ടൊന്നും ഞാൻ പിന്മാറില്ല. എന്റെ കഴിവ് അത് അൺപ്രഡിക്റ്റബിൾ ആണ്. വരൂ, നമ്മുടെ യഥാർത്ഥ കഴിവ് അവർക്ക് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് നറൂട്ടോയെയും സാക്കുറയും സാസുക വിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.